പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ മാറി മറിയുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ വിഖ്യാതമായ വ്യോമ സുരക്ഷാ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ലോകത്തെയാകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രത്തിന് തൊട്ടടുത്ത് ഇറാൻ മിസൈലുകൾ പതിച്ചിരിക്കുന്നു. ഇറാന്റെ സൈനിക മേൽക്കൈ വ്യക്തമാക്കുന്ന ഏറ്റവും പുതിയ പ്രത്യാക്രമണത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിലെ ഡിമോണ ആണവ ഗവേഷണ കേന്ദ്രത്തിന് നേരെ ഇറാൻ മിസൈൽ വർഷം നടത്തിയത്. ഇസ്രായേലിന്റെ ഏറ്റവും സുരക്ഷിതമായ മേഖലയാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതെന്ന് പറയപ്പെടുന്ന അയൺ ഡോം, ആരോ തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങളെ അനായാസം ഭേദിച്ചുകൊണ്ടാണ് ഇറാൻ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിയത്. ഡിമോണയ്ക്ക് പുറമെ അരാത്ത് നഗരത്തിനും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തങ്ങളുടെ സൈനിക സാങ്കേതിക വിദ്യ ഇസ്രായേലിനേക്കാൾ ഒരുപടി മുന്നിലാണെന്ന് ഈ ആക്രമണത്തിലൂടെ ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. 100ഓളം പേർക്ക് പരിക്കേറ്റതായും വലിയൊരു ജനവിഭാഗത്തെ അറാദിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നതായും ഇസ്രായേൽ സൈന്യത്തിന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും തുടർച്ചയായ വെല്ലുവിളികൾക്കും തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കും ഇറാൻ നൽകിയ കൃത്യമായ മറുപടിയാണിത്. നതാൻസിലെ ആണവ നിലയത്തിലുണ്ടായ തടസ്സങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അത് വെറും വാക്കല്ലെന്ന് ഇപ്പോൾ ഇറാൻ തെളിയിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ ഹൃദയഭാഗത്തേക്ക് മിസൈലുകൾ എത്തിക്കാൻ സാധിച്ചത് ഇറാന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. ശത്രുവിന്റെ ഏത് കേന്ദ്രത്തെയും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് ഇറാൻ ഈ നടപടിയിലൂടെ ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ആക്രമണത്തോടെ ഇസ്രായേലിന്റെ സൈനിക മുൻതൂക്കം ചോദ്യം ചെയ്യപ്പെടുകയാണ്. അമേരിക്കയുടെ പിന്തുണയുണ്ടായിട്ടും ഇസ്രായേലിന് ഇറാന്റെ മിസൈലുകളെ ഫലപ്രദമായി തടയാൻ കഴിഞ്ഞില്ല എന്നതും ഗൗരവതരമായ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. ഖത്തറിലെ ഗ്യാസ് പ്ലാന്റുകൾക്ക് നേരെയുള്ള ഭീഷണികൾ കൂടി കണക്കിലെടുക്കുമ്പോൾ മേഖലയിലെ മുഴുവൻ ചരക്ക് നീക്കത്തെയും നിയന്ത്രിക്കാനുള്ള ശേഷി ഇറാൻ കൈവരിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ ഇനി ഇറാന്റെ നിബന്ധനകൾ കൂടി പരിഗണിക്കാതെ ആർക്കും മുന്നോട്ട് പോകാനാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ആക്രമണത്തോടെ ഇസ്രായേലിന്റെ സുരക്ഷാ വലയങ്ങൾ തകർന്നടിയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. വെറുമൊരു നിഴൽ യുദ്ധത്തിനപ്പുറം ഇസ്രായേലിന്റെ മണ്ണിലേക്ക് നേരിട്ടാഞ്ഞടിക്കാനുള്ള ഇറാന്റെ ധൈര്യവും കരുത്തും വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ ഗതി മാറ്റും. കൂടുതൽ ശക്തമായ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ ഇതിനോടകം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇസ്രായേൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.